ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു കമ്മലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഒന്ന് വൈറ്റ് കളറും ഒന്ന് റെഡും ആണ്. സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബോൾ ചെയിനാണ്, ഗോൾഡൻ കളർ ബോൾ ചെയിൻ. ഇതാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സ്റ്റോണുകൾ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ വാക്സ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സ്റ്റഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാക്സ് ഷീറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചോദിക്കാറ് ഇത് എന്ത് ഷീറ്റാണെന്ന്. അപ്പോൾ ഇത് വാക്സ് ഷീറ്റാണ്. നമ്മൾ വാക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന, ഹെയർ റിമൂവറിൻ്റെ വാക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് OHP ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ വയ്ക്കുന്ന ക്യാൻവാസ്, അതിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റഡിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി സെൻറ്ററിൽ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ വലിയ സൈസ് സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ആ റെഡ് സ്റ്റോൺ ചെയിനാണ് ഞാൻ ആദ്യം ഒട്ടിക്കുന്നത്. അപ്പോൾ അത് സിംഗിൾ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ചെറിയ ഒരു ഷേപ്പല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്. അത് സ്റ്റോൺ ചെയിൻ, ഇത് വലിയ സ്റ്റോൺ ചെയിനാണ്. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പീസാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സ്ക്വയറൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സ്ക്വയർ അല്ലാത്ത കാരണം നമുക്ക് ഒട്ടിക്കുമ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ സിംഗിൾ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഷേപ്പിലേക്ക് ഈ പീസുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേഗം തന്നെ ലെവൽ ചെയ്യണം. ഗ്ലൂ നമ്മൾ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ഷേപ്പാക്കി പോവുക. അല്ലെങ്കിൽ അത് ഉണങ്ങണതിന് മുമ്പ് തന്നെ ഷേപ്പാക്കണം. വേഗം സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കണം. ആ ഒരു ഷേപ്പിൽ തന്നെ വരണം. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് പീസ് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം സെൻറ്റർ ചെയ്യരുത്, കാരണം ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ, അപ്പോൾ നമുക്ക് എത്ര സ്റ്റോൺ വേണ്ടി വരുമെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നമ്മൾ ആ വൈറ്റ് കണ്ടതിൽ ഇത്തിരി സൈസ് വലുതാണ് റെഡിൻ്റെ സ്റ്റോൺ. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ കൊടുത്തിട്ട് ഒരു 2 സ്റ്റോൺ ചെയിൻ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 പീസ് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൈസ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. 2 or 3 നമ്മൾ സൈസ് വലുതാവുന്നതിനനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഗ്യാപ്പ് ഉണ്ടാവരുത്. ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒറ്റ സ്റ്റോണിൽ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളിതിനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യേണ്ട. നമുക്ക് അതിൽ തന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് വരച്ചു കൊടുത്തപ്പോൾ ഒരു സൈഡിലായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വീണ്ടും OHP ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 പീസും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പരമാവധി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതിന് ഫുള്ള് നമുക്കൊരു കമ്മൽ ചെയ്യാൻ രീതിയിൽ സ്പേസ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടും അതിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ട് ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് വരച്ചു പോയി സൈഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതിനെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടി വരുന്നത് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അരികൊക്കെ ചേർത്ത് കട്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അരികൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇനി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉരുക്കി കൊടുക്കാം. ഇനി നമ്മളിതിനെ ഒരു ഇതേ സെയിം ഷീറ്റിലേക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഗ്ലൂ കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഈ ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിതിന് മുമ്പ് ചെയ്തതൊന്നും ഇതുപോലെയല്ല. നമ്മളെല്ലാം ഒറ്റ ഷീറ്റിലാണ് ചെയ്തെടുക്കാറ്. ഇന്ന് ഞാൻ വരച്ചപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കും. ഇനി നമ്മളിപ്പോൾ ഇത് വീണ്ടും ഒട്ടിച്ചിട്ട് വേണം നമുക്കിതിന് ചുറ്റും ഒന്ന് സ്റ്റോണുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിന് ചുറ്റും ആ വൈറ്റ് സ്റ്റോണൊന്ന് ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യേണ്ട, നമുക്കൊരൊറ്റ ലെയറിൽ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റോൺ ചെറുതാണ്, അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് വരും. പിന്നെ ഇതൊരു ഇത്തിരി സൈസ് വലുതായല്ലോ. മറ്റേത് നമുക്ക് പറ്റില്ല. ചെറിയ സൈസിനുള്ളിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതിനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഗ്ലൂ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി അതിൽ നിന്ന് യൂസ് ചെയ്തിട്ട് കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കാരണം അത് ഇങ്ങനെ ഭയങ്കര പ്രസ് ചെയ്യണം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ. എൻ്റെ ഫെവി ബോണ്ട് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഞെക്കുമ്പോഴേക്കും അതൊന്ന് ഭയങ്കരമായിട്ട് കട്ട പോലെ വരും പശ. അപ്പോൾ അത് നമുക്ക് ജ്വല്ലറി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് സ്റ്റോണുമൊക്കെ ഒട്ടിപ്പിടിച്ച് ഒരു മഞ്ഞ കളറിലാകെ അത് ഇതാവും. അത് കാരണം അതെടുത്ത് ചെയ്യാൻ പറ്റില്ല. ഹെയർ ആക്സസറീസൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് ഫെൽറ്റ് ഷീറ്റൊക്കെ ഒട്ടിക്കാനായിട്ട് എടുക്കാം. പക്ഷേ ഇത് പറ്റുന്നില്ല.
അപ്പോൾ ഞാനിത് പരമാവധി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ ഒരു പീസും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നോക്കി എടുത്തിട്ട് വേണം, അത് എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല B7000 ഗ്ലൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പരമാവധി ഈ ഒരു വീഡിയോയ്ക്ക് ഇതിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വൈറ്റ് സ്റ്റോണുകൾ 2 സ്റ്റോൺ വെച്ചിട്ട് ഓരോ പീസ് കട്ട് ചെയ്യാം. അപ്പോൾ 2 സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, സിംഗിളല്ല 2 എണ്ണം. അതുപോലെ തന്നെ ബോൾ ചെയിനും 2 എണ്ണം 2 ബോൾ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിത് അതുപോലെ തന്നെ ഗ്ലൂ കൊടുത്തിട്ട് ഒരു സ്റ്റോൺ ഒട്ടിക്കും. അതിന് ശേഷം ആ കട്ട് ചെയ്ത ഒരു ബോൾ ചെയിൻ അങ്ങനെ നേരെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇന്നത്തെ കമ്മൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡൽസ് കമ്മലുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അതുപോലെ ആ ഒരു റൗണ്ട് വരുന്ന ആ ഭാഗത്തൊന്ന് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കരുത്, ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു നമ്മൾ ആ റൗണ്ട് വരുന്ന ഭാഗം അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഒന്നിടവിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരു സ്റ്റോൺ ചെയിൻ, ഒരു ബോൾ ചെയിൻ, ആ ഒരു രീതിയിൽ. ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മൾ 2 എണ്ണത്തിൻ്റെ പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ. ശരിക്കും ഗോൾഡ് ജ്വല്ലറി പോലെ, ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡ് ജ്വല്ലറി പോലെ തന്നെ അത് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. ആ ഒരു തിളക്കവും എല്ലാം കൂടി വരുമ്പോൾ ശരിക്കും ആരും പറയില്ല നമ്മൾക്കത് ഗോൾഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് സ്റ്റഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഷീറ്റിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് റൗണ്ടിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. സ്റ്റഡ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് നമ്മൾ കമ്മലിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതിനും നല്ലതാണ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡ് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റഡ് പെട്ടെന്ന് ഊരിപ്പോവേ ഒന്നും ചെയ്യില്ല. അല്ലാതെ ഒട്ടിക്കുമ്പോഴാണ് സ്റ്റഡൊക്കെ പെട്ടെന്ന് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ കമ്മലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക, സ്റ്റോണുമൊന്നും ടച്ച് ചെയ്യാതെ പരമാവധി നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉരുക്കി കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കി കൊടുക്കുമ്പോഴും ശ്രദ്ധിച്ച് ഉരുക്കുക, സ്റ്റോണുമൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ ലൈറ്റായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ പിന്നെ നമുക്കത് ഉരുക്കേണ്ടി വരില്ല. ഇനി എവിടെയെങ്കിലും ഒരു ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ അതൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റഡിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഗ്ലൂ ഒന്ന് കൊടുക്കുക. അതിന് ശേഷം സ്റ്റഡിൻ്റെ ബാക്കിൽ സെൻറ്ററിലായിട്ട് ഒട്ടിക്കരുത്, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക, എങ്കിലേ നമ്മുടെ കാതിൽ കറക്റ്റായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 15 രൂപ 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അതുപോലെ ഒരു അടിപൊളി കമ്മൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. സ്റ്റോൺ ചെയിനൊക്കെ നമ്മൾ മീറ്ററായിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ മീറ്ററിനാണ് പൈസ വരിക. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം നമുക്ക് ഒരു കമ്മൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ. അതുപോലെ സ്റ്റഡിൻ്റെ ബേസൊക്കെ നമുക്ക് ഒരു പാക്കറ്റിലൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്നൊരു പെയറല്ലേ നമുക്ക് വാങ്ങേണ്ടി വരുള്ളൂ. അപ്പോൾ ഒരു 20 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കമ്മൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കമ്മലുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.